ഏത് പ്രിയങ്കയായാലും അന്തസ് വേണോടോ, അന്തസ്. വയനാട് ചൂരൽമല നിവാസികൾക്കായി സർക്കാർ നിർമ്മിച്ച കൽപ്പറ്റ ടൗൺഷിപ്പിലേക്ക് പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനം. നാണം ഉണ്ടോ ഹേ? ഒരു ഉളുപ്പുമില്ലാതെ കേരളത്തിലെ കഞ്ഞിക്കുഴികൾ വിളിച്ചപ്പോൾ 10 പൈസയുടെ സഹായം ആ ടൗൺഷിപ്പിന് വേണ്ടി കൊടുക്കാതെ അവിടെ സന്ദർശനത്തിന് പോയിരിക്കുന്നു. ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിക്കുന്നവരാണ് ഈ കഞ്ഞിക്കുഴികളുടെ ഗാന്ധി കുടുംബം എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ ആ ടൗൺഷിപ്പിൽ ഞാൻ 10 പൈസ കൊടുത്തിട്ടില്ല, ഞാൻ ഇവിടുത്തെ MP ആണ്, എനിക്ക് അങ്ങോട്ട് വരാൻ നാണക്കേടുണ്ട്, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞ വീട് അതിൻ്റെ തറക്കല്ലിടലാണെന്ന് പറയുന്നു, ആ സ്ഥലത്ത് ഇതുവരെ പോയി നോക്കിയിട്ടില്ല, അവിടെ പോയി കാണാൻ പറ്റില്ല, ആന ഇറങ്ങണ കാടാണ്, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രിയങ്ക ഗാന്ധിയെ തന്നെ പിന്നെ കാണാൻ കിട്ടാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ല. ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അവിടെ തലേ ദിവസം ചെന്ന് കയറി ഫോട്ടോഷൂട്ട് നടത്തിയ ദൃശ്യം നോക്കിയിട്ട് നാട്ടുകാർ തന്നെ പറ, നിങ്ങൾ ഏതെങ്കിലും ഒരു കല്യാണ വീടാണെന്ന് കൂട്ടിക്കോ, അവിടെ വിളിച്ചിട്ടില്ല, അത് പോട്ടെ, എന്നിരുന്നാലും ഒരു സംഭാവന പോലും കൊടുക്കാതെ പോയിരുന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഉളുപ്പില്ലായ്മയെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അതുപോലെയാണ് വയനാട് MP എന്ന പേരിൽ ഇതുവരെ ആ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലും ഇടപെടാതെ, അതുമായി ബന്ധപ്പെട്ട് വയനാട് MPയുടെ ഫണ്ടിൽ നിന്ന് 1 രൂപ അതിന് സഹായം കൊടുക്കാതെ ഇന്നിപ്പോൾ അവിടെ സന്ദർശനത്തിന് ചെല്ലാനായിട്ട് തയ്യാറാകണമെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു സതീശ തൊലിക്കട്ടി തന്നെ എന്ന് പറയേണ്ടി വരികയാണ്. അത് പ്രിയങ്ക ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും. കഴിഞ്ഞ ദിവസം കല്ലിടലുമായി ബന്ധപ്പെട്ട് പൈങ്കിളി പ്രസംഗം കേട്ടു. എവിടെയെങ്കിലും ഈ വയനാടിന് വേണ്ടി 10 പൈസ തരാത്ത കേന്ദ്ര സർക്കാരിനെ കുറിച്ചോ അല്ലെങ്കിൽ വിശ്വഗുരുജിയെ കുറിച്ച് ഒരു വിമർശനം ഇവരാരെങ്കിലും ഉന്നയിച്ചോ? ഇല്ലല്ലോ. ഈ നാടിനോട് കാണിച്ച ഈ കൊടിയ അവഗണനയ്ക്ക് ഇവിടുത്തെ MP ആയിട്ടും ലോക്സഭാ പ്രതിപക്ഷ നേതാവായിട്ടും ഒരു തരത്തിലുള്ള പ്രതിഷേധവും അവിടെ ഇല്ല. വന്ന് കവിളിപ്പിടിക്കുന്നു, മസാല വർത്താനം പറയുന്നു, പൈങ്കിളി ഡയലോഗ് അടിക്കുന്നു, ദേ പൊടിയും തട്ടിപ്പോകുന്നു. എന്നിട്ടാണ് ഉളുപ്പില്ലാതെ ഒരിറ്റ് വിയർപ്പോഹരിയോ തൻ്റെ സാന്നിധ്യം കൊണ്ട് പോലും ഒരു സഹായം കൊടുക്കാത്ത ഇടത്തേക്ക് ഇന്നിപ്പോൾ ഫോട്ടോഷൂട്ടുമായിട്ട് നാട്ടുകാരെ മുന്നിൽ ഷോ കാണിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം ബോധ്യപ്പെടുന്നുണ്ട്, ഗാന്ധി കുടുംബമാണോ? അതും ഷോ ഓഫ് കുടുംബമാണ്. ഈ നാട്ടിൽ വലിയ പുകൾപ്പെട്ടതാണെന്നൊക്കെ പറയുമ്പോഴും ഒരു ചുക്കുമല്ല. കേരളത്തിലെ ഒരു മിനിമം സതീശൻ കഞ്ഞിക്കുഴി എങ്ങനെയാണ്, അതിൻ്റെ ഏറ്റവും ഹൈ ക്ലാസ്സിൽ നിൽക്കുന്ന ഒരു ടോപ്പ് സതീശൻ കഞ്ഞിക്കുഴികളാണ് ഇവരുടെ ഗാന്ധി കുടുംബത്തിലെ പുതിയ തലമുറയിലുള്ളവരെന്ന് ഇന്നത്തെ ഈ ഒരൊറ്റ ഫോട്ടോഷൂട്ട് കൊണ്ട് ബോധ്യപ്പെടുകയാണ്. നേരത്തെ വിശ്വഗുരുജി വന്ന് ഇതുപോലെ ഒരു കൊച്ചിനെ എടുത്ത് വലിയ ഫോട്ടോഷൂട്ട് നടത്തിയിട്ട് പോയി. പക്ഷേ കേരളത്തിന് ഒരു ചുക്കും തന്നില്ല, ഒരു സഹായം പോലും ലഭിച്ചതുമില്ല. അതുപോലെ അവരോടൊപ്പം ചേർന്ന് ഒന്നും തരാതെ മുങ്ങി നടന്നതിന് ശേഷം ഇന്നിപ്പോൾ ഇവിടെ വന്ന് ആ കൊടുക്കാൻ പോകുന്ന വീടിനകത്ത് കയറി ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് നൈസിനെ അങ്ങ് അടിച്ചെടുക്കാനുള്ള ആ ഒരു തന്ത്രം നോക്കൂ. അത് വിശ്വഗുരു ആണെങ്കിലും കോൺഗ്രസിൻ്റെ സോണിയ കുടുംബമാണെങ്കിലും എല്ലാവരും സമന്മാരാണ്, ഒന്നും ചെയ്യില്ല. പക്ഷേ ഫോട്ടോഷൂട്ടോടുകൂടി ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് കാണിക്കുന്ന നിലവാരമില്ലായ്മയാണ് ഇവരെന്ന് കൃത്യമായി പറയേണ്ടി വരികയാണ്.